ടെസ്റ്റോസ്റ്റിറോൺ നഷ്ടപ്പെടുന്നു. ഏറ്റവും മോശം കാര്യം നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. പഠനങ്ങൾ കാണിക്കുന്നത് പുരുഷന്മാരുടെ അളവ് എല്ലാ വർഷവും ഏകദേശം 1% കുറയുന്നു എന്നാണ്. ഈ ഒരൊറ്റ ഹോർമോൺ എല്ലാം രൂപപ്പെടുത്തുന്നു. പേശികളുടെ വലിപ്പം, അസ്ഥി വളർച്ച, മൂർച്ചയുള്ള മുഖഭാവങ്ങൾ, നിങ്ങളെ നയിക്കുന്ന ഊർജ്ജം പോലും. ടെസ്റ്റോസ്റ്റിറോൺ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെയായിരിക്കും. ഈ വീഡിയോയിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോണിനെ നിശബ്ദമായി കൊല്ലുന്ന ദൈനംദിന ശീലങ്ങളും അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ലളിതമായ ശാസ്ത്രീയ പിന്തുണയുള്ള പരിഹാരങ്ങളും ഞാൻ വെളിപ്പെടുത്തും. നമുക്ക് ആരംഭിക്കാം. 1. ഉദാസീനമായ ജീവിതശൈലി. ഇന്നത്തെ മിക്ക ആൺകുട്ടികളും കിടക്കയിൽ കിടന്ന് സ്ക്രോൾ ചെയ്യുന്നു, ഗെയിമിംഗ് നടത്തുന്നു. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ശക്തിയോ പേശിയോ ആവശ്യമില്ലെന്ന് കരുതുന്നു. കുറഞ്ഞ ചലനം നിങ്ങളുടെ ശരീരത്തിന് ടെസ്റ്റോസ്റ്റിറോൺ ആവശ്യമില്ലെന്ന സന്ദേശം നൽകുന്നു. മുൻകാലങ്ങളിൽ ആളുകൾ ജോലിക്ക് നടന്നിരുന്നു, എന്നാൽ ഇന്ന് എല്ലാവർക്കും സ്വന്തമായി കാറുകളോ ബൈക്കുകളോ ഉണ്ട്. കുറഞ്ഞ ചലനം ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നതിലേക്ക് നയിക്കുന്നു. 2. സ്വയംഭോഗം. അശ്ലീലത്തിൽ നിന്നും അമിത സ്വയംഭോഗത്തിൽ നിന്നുമുള്ള നിരന്തരമായ ഡോപാമൈൻ അടിഞ്ഞുകൂടുന്നത് നിങ്ങളുടെ തലച്ചോറിനെ താഴ്ന്ന ഡ്രൈവ് അവസ്ഥയിൽ നിലനിർത്തുന്നു. പേശി വളർത്തുന്നതിനോ യഥാർത്ഥ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിനോ നിങ്ങളുടെ ശരീരം മുന്നോട്ട് പോകുന്നത് നിർത്തുന്നു. സ്വയംഭോഗം ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്നത് പോലുള്ള മിഥ്യകളിൽ വീഴരുത്. ജീവിതം തന്നെ നശിച്ചുപോയ എല്ലാവരെയും നോക്കൂ, അപ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് നിങ്ങളുടെ കൈകളിലാണ്. 3. ചൂടും താപനിലയും. ടെസ്റ്റോസ്റ്റിറോൺ ഉത്പാദിപ്പിക്കാൻ നിങ്ങളുടെ വൃഷണങ്ങൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് തണുപ്പായിരിക്കണം. അതുകൊണ്ടാണ് അവ നിങ്ങളുടെ ശരീരത്തിനും വൃഷണസഞ്ചിക്കും പുറത്ത് സൂക്ഷിക്കുന്നത്. ഇറുകിയ പാൻസ്, ചൂടുള്ള ഷവർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് മടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്നത് ചൂട് സൃഷ്ടിക്കുകയും ഉത്പാദനം വഷളാക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ ഉറങ്ങുമ്പോഴെല്ലാം അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ദീർഘനേരം ചൂടോടെ കുളിക്കുന്നത് ഒഴിവാക്കുക, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മടിയിൽ നിന്ന് അകറ്റി നിർത്തുക. 4. പ്ലാസ്റ്റിക്. പല പ്ലാസ്റ്റിക്കുകളിലും BPA പോലുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അവ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരിക്കൽ ഈസ്ട്രജൻ പോലെ പ്രവർത്തിക്കുന്നു. കൂടുതൽ ഈസ്ട്രജൻ കുറഞ്ഞ ടെസ്റ്റോസ്റ്റിറോണിന് തുല്യമാണ്. ഗ്ലാസിലോ സ്റ്റീലിലോ വെള്ളത്തിൽ ഭക്ഷണം സൂക്ഷിക്കുക. 5. ജങ്ക് ഫുഡ്. പഞ്ചസാര, വിത്ത് എണ്ണകൾ, സംസ്കരിച്ച കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ ഇൻസുലിൻ വർദ്ധിപ്പിക്കുകയും വീക്കം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് ടെസ്റ്റോസ്റ്റിറോണിനെ കുറയ്ക്കുന്നു. കൂടാതെ അധിക ശരീരത്തിലെ കൊഴുപ്പ് ടെസ്റ്റോസ്റ്റിറോണിനെ ഈസ്ട്രജനാക്കി മാറ്റുന്നു. അടുത്ത ഘട്ടങ്ങളിൽ ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്ന ഒരു നല്ല ഭക്ഷണക്രമം നിങ്ങൾ കഴിക്കണം. ഇനിയാണ് യഥാർത്ഥ ഭാഗം. ടെസ്റ്റോസ്റ്റിറോൺ എങ്ങനെ വർദ്ധിപ്പിക്കാം. 1. ഭക്ഷണക്രമം. സിങ്ക്, മഗ്നീഷ്യം, വിറ്റാമിൻ ഡി. ടെസ്റ്റോസ്റ്റിറോൺ നിർമ്മിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ 3 തൂണുകളാണിത്. സിങ്കിന് മുട്ട, ചുവന്ന മാംസം, മത്തങ്ങ വിത്തുകൾ എന്നിവ കഴിക്കുക. മഗ്നീഷ്യം ലഭിക്കാൻ നട്ട്സ്, മത്തങ്ങ വിത്തുകൾ, 90% കൊക്കോ അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് എന്നിവ കഴിക്കുക. വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ ഏറ്റവും നല്ല ഉറവിടം സൂര്യപ്രകാശമാണ്. രാവിലെ 15 മുതൽ 20 മിനിറ്റ് വരെ സൂര്യപ്രകാശം നേടുക. 2. വ്യായാമം. അല്ലേ, ഭാരോദ്വഹനം മികച്ചതാണ്, പക്ഷേ അവിടെ നിർത്തരുത്. സ്പ്രിന്റിംഗ് അല്ലെങ്കിൽ ചെറിയ സ്ഫോടനാത്മക വ്യായാമങ്ങൾ അധിക ടെസ്റ്റോസ്റ്റിറോൺ സ്പൈക്ക് നൽകുന്നു. ഹിൽ സ്പ്രിന്റുകൾ, ജമ്പ് സ്ക്വാറ്റുകൾ അല്ലെങ്കിൽ ഇന്റർവെൽ റണ്ണിംഗ് എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. പക്ഷേ ഇതാ ഒരു കാര്യം, സ്പ്രിന്റിംഗും ജോഗിംഗും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജോഗിംഗ് ചെയ്യുന്നവരെയും സ്പ്രിന്റർമാരെയും നോക്കൂ. ജോഗിംഗ് ചെയ്യുന്നവർ തടിച്ചവരോ ആണ്, എന്നാൽ മറുവശത്ത് സ്പ്രിന്റർമാർ പേശികളും സജീവവുമാണ്. അതിനാൽ 30 സെക്കൻഡ് നേരം പൂർണ്ണ ശക്തിയോടെ ഓടുക, തുടർന്ന് 2 മിനിറ്റ് വിശ്രമിക്കുക. 3 സെറ്റുകൾ ചെയ്യുക. 3. ജലത്തിന്റെ ഗുണനിലവാരം. ടാപ്പ് വെള്ളം കുടിക്കുന്നത് നിർത്തുക. ഹോർമോണുകളെ തകരാറിലാക്കുന്ന രാസവസ്തുക്കൾ, ഈസ്ട്രജൻ ഉത്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളും മൈക്രോപ്ലാസ്റ്റിക്കുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. കൂടുതൽ ഈസ്ട്രജൻ എന്നാൽ ടെസ്റ്റോസ്റ്റിറോൺ കുറവാണ്. അതിനാൽ നല്ലൊരു വാട്ടർ ഫിൽട്ടർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പകരം ശുദ്ധമായ കുപ്പിവെള്ളം കുടിക്കുക. വെള്ളം സംഭരിക്കാൻ ലോഹ കുപ്പികളോ ഗ്ലാസ് കുപ്പികളോ ഉപയോഗിക്കുക. 4. സമ്മർദ്ദം. സമ്മർദ്ദം കോർട്ടിസോൾ വർദ്ധിപ്പിക്കുന്നു. ഇത് ടെസ്റ്റോസ്റ്റിറോൺ ഉത്പാദനത്തിൽ നിന്ന് വിഭവങ്ങൾ മോഷ്ടിക്കുന്നു. അതിനാൽ ജിമ്മിൽ പോകുക, നടക്കുക, ധ്യാനിക്കുക അല്ലെങ്കിൽ ശ്വസന വ്യായാമം ചെയ്യുക. ഒരു ഉറച്ച ജിം വ്യായാമം പോലും സമ്മർദ്ദം 40% കുറയ്ക്കും. 5. ലക്ഷ്യത്തോടെ ജീവിക്കുക. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ശൂന്യമായി തോന്നും. ഭാവി നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും. നിങ്ങൾ ഒരു ലക്ഷ്യം, കരിയർ, ഫിറ്റ്നസ്, എന്തെങ്കിലും നിർമ്മിക്കൽ എന്നിവയുമായി ഉണരുമ്പോൾ നിങ്ങളുടെ ശരീരം ഉയർന്ന പ്രചോദനത്തോടെയും ടെസ്റ്റോസ്റ്റിറോണിന്റെ വർധനവോടെയും പ്രതികരിക്കുന്നു. അപ്പോൾ ഇതാ ഒരു വെല്ലുവിളി. ഏതെങ്കിലും ഉയർന്ന വരുമാന വൈദഗ്ധ്യം തിരഞ്ഞെടുക്കുക. അടുത്ത 6 മാസത്തേക്ക് അത് പഠിക്കുക. നിങ്ങളുടെ ജീവിതം എത്രത്തോളം അത്ഭുതകരമായി മാറുമെന്ന് കാണുക. അത്രമാത്രം. ഭാവിയിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യം